കുത്തിക്കയറുന്ന തണുപ്പുണ്ട് ഈ ഭാഗത്ത്. കാരണം അത്രയ്ക്ക് മേലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആകാശം പോലും പല സ്ഥലങ്ങളിലും കാണാൻ പറ്റാത്ത രീതിയിൽ മരങ്ങളും ഇലകളും വളർന്നു നിൽക്കുകയാണ്. മാത്രമല്ല എലിഫൻറ്റ് സൈറ്റിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ ബോർഡും നമ്മളിവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് മാത്രമല്ല, ഈ നീരുറവുകളുണ്ടല്ലോ, ഈ പാറയ്ക്കകത്ത് നിന്ന് നീരുറവുകൾ അങ്ങനെ 1-2 സ്ഥലത്ത് ഞാനിവിടെ കണ്ട്. അപ്പം വെള്ളം കിട്ടുന്ന സ്ഥലവുമാണ്, എലിഫൻറ്റ് സൈറ്റിങ്ങിൻ്റെ ബോർഡും ഉണ്ട്, ഭയങ്കര ഇരുണ്ട സ്ഥലം. അപ്പോൾ ആനയുടെ പ്രസൻസ് ഈ ഭാഗത്ത് കൂടുതൽ കാണും എന്നൊരു ചിന്ത കാരണം എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. മാത്രമല്ല ആന ഇറങ്ങി വരാൻ പാകത്തിനുള്ള വഴികളുമാണ് ഈ ഭാഗത്ത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ആനയ്ക്ക് റോഡിലേക്ക് കയറി വരാൻ പറ്റും നമുക്ക് വലതുവശത്തു നിന്ന്. പിന്നെ ആനയുടെ പിണ്ടമൊന്നും റോഡ് ഭാഗത്ത് കാണാത്തത് എനിക്ക് ചെറിയ സമാധാനമുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോഴും എനിക്കൊരു സമാധാനമുണ്ട്. എന്നാലും എൻ്റെ ഉള്ളിൽ നല്ലൊരു ഭയം എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ചീവീടിൻ്റെ അതിഭയങ്കരമായ സൗണ്ട്, തണുക്കുന്നളിയാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഊട്ടിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ഇവിടുത്തെ തേയിലയുടെ ഒരു പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നല്ല രസം കാണാൻ. അയ്യോ, ഒന്ന് പേടിച്ച് ഞാൻ ഹോൺ അടിച്ചത് കാര്യമായി. ഹോൺ അടിച്ചോണ്ട് അവനൊന്ന് ഡൗൺ ചെയ്തു. ഞാനാണെങ്കിൽ വ്യൂ നോക്കിക്കൊണ്ട് വന്ന് അവൻ്റെ നെഞ്ചത്തോട്ട് കൊണ്ട് ഇപ്പോൾ കയറ്റിയാൻ. ഇവിടെ ഒന്ന് വണ്ടി നിർത്താനുള്ളൊരു അവസരമില്ല. നിർത്താനുള്ള അവസരം ഉണ്ടായെടുത്ത് ഇവിടെ ഇറക്കണമെങ്കിൽ തിരിച്ച് കയറ്റാൻ മെനക്കെടായിരിക്കും. ആക്സിഡൻറ്റ് പോണ ഏരിയ ഉമയാണ്ടി മുടക്കുവോ? ഇതിൽ തമിഴിലെ വാക്കുകളൊക്കെ കേൾക്കാനും കാണാനൊക്കെ എന്താ രസമാണ്, വായിക്കാനൊക്കെ രസമാണ്. ഉമയാണ്ടി മുടക്കും. മുകളിലൊക്കെ കോടയാണ്, ഭയങ്കരമായിട്ട് കോടയുണ്ട് മുകളിലേ. നീട്ടി പിടിച്ചാൽ ഹോൺ അടിച്ചോണം. കാരണം വെല്ലും ബ്രേക്കും ഇല്ലാത്ത എത്ര എണ്ണം ഇറങ്ങി വരുന്നെന്ന് ആർക്കറിയാം. ഇതുണ്ട്, എന്ത് മനോഹരമായ വ്യൂ ഒന്ന് നോക്കി, എന്ത് രസമെന്ന് നോക്കിയാൽ കാണാൻ. ഇത്രയും മനോഹരമായുള്ള വ്യൂ കാണാൻ പറ്റാതെ നമ്മളങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചതിന് എന്തർത്ഥമുള്ള ഒരർത്ഥവും കാണത്തില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് മരിക്കണം. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. ഞാൻ ആ റോഡ് കണ്ടോ, ഞാൻ അതാണ്ട് ഈ റോഡിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതാണ്ട് ഈ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി അങ്ങ് മുകളിൽ കണ്ടോ, മുകളിലേക്ക് നല്ല കട്ടയ്ക്ക് കോട മഞ്ഞ അങ്ങ് മുകളിൽ. അതിമനോഹരം എന്ന് പറഞ്ഞാലും പോരാ, അതിമനോഹരം. എന്ത് രസമാണെന്ന് നോക്കി ഈ ഒരു റോഡിൽ കൂടെ. ഈ ഒരു കൊടും തണുപ്പ്, ചെറിയ തണുപ്പൊന്നുമല്ല, നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്, നല്ല രീതിയിലുള്ള തണുപ്പ്. ഇവിടെ ആരുടെയോ സ്റ്റാച്യു വെച്ചിരിക്കുന്നുണ്ട്, ആരുടെയൊന്നും മനസ്സിലാവുന്നില്ല, പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹെയർപിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഈ ഒരു വ്യൂ കാണിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു വ്യൂ പോയിൻ്റ് ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി ഞാൻ കൊണ്ടിവിടെ വെച്ചത് ഒരു ചെറിയ അബദ്ധമായി എന്നെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ വണ്ടി ഇവിടെ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഹെയർപിൻ്റെ ഇറക്കം ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, വലിയൊരു പ്രശ്നം കാണത്തില്ലായിരിക്കും. ഞാൻ എന്തായാലും പിന്നെ അവിടെ പോയി ആ ഒരു വ്യൂ ഒക്കെ നോക്കിയിട്ട് വരാം. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. അങ്ങക്ക് അവിടെയൊക്കെ നോക്കി എന്ത് മനോഹരമായ കാഴ്ച നോക്കി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പോൾ ആരുടെ പ്രതിമയാണെന്ന് അറിഞ്ഞു. ഇവിടെ സായിപ്പാന്നോ? തലയൊന്നും തട്ടിയില്ല, സംതിങ് എല്ലാം മാഞ്ഞു പോയേക്കുന്നു. മക്കളെ, ആ കോട ഇറങ്ങി വരുന്ന വരവ് നിങ്ങളോ നോക്കി. അതിമനോഹരമായ കാഴ്ച. ഫോൺ ഓണല്ലേ, ക്യാമറ ഓണ. ഇവിടെ ഒരു കുടയുണ്ട്. ഈ കുട എന്തിനാ ഇങ്ങനെ പണിഞ്ഞേക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. മഴ പെയ്താലും നനയും, വെയിൽ വന്നാലും നനയും. എന്ത് രസമുള്ള കാഴ്ച നോക്കി. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും നാൾ ഓരോ റൈഡ് പോകുമ്പോഴും എനിക്ക് ആ റൈഡാണ് ഏറ്റവും മികച്ചത് എന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഞാൻ ചെയ്ത റൈഡിനേക്കാളെല്ലാം മികച്ചത് ഈ റൈഡാണെന്നാണ്. പൊള്ളാച്ചി ടു വാൽപ്പാറ, പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള ഈ റൈഡ് എൻ്റെ കൈയൊക്കെ വിറച്ച് പണ്ടാരം തുടങ്ങുന്നു. അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ച. എനിക്കങ്ങോട്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം വർണ്ണിക്കാൻ പറ്റുന്നോ ഒന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്.
ഇത്രയും മനോഹരമായി ഈ സ്ഥലം കിട്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാതെ പോകാനോ. ഈ സ്ഥലം നിങ്ങളൊന്ന് നോക്കിയേ, എത്ര മനോഹരമാണ് നോക്കിയേ. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നും ഒന്നുമല്ല. ഇതാണ് തേയില ചെടികൾ, തേയിലച്ചെടികളാണ്. ഏക്കർ കണക്കിന് എന്താണ് ആ ഒരു പ്ലാന്റേഷനാണ് നിങ്ങളെ കാണുന്നത്. ഇത്രയും വൈഡായിട്ട്, ഇത്രയും ഒരിടത്ത് നിന്ന് ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് മൂന്നാർ പോലും കാണത്തില്ല. കാരണം അത്രയ്ക്കുണ്ട്. വരുന്ന വഴിയിലെല്ലാം മൂന്നാറിലേക്കെന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും ഒക്കെയുള്ള റോഡല്ലേ. അപ്പോൾ നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തേ നോക്കി, എന്ത് രസമാണ് നോക്കി അവനെ കാണാൻ. എന്ത് മനോഹരമായ കാഴ്ച നോക്കി, എന്ത് മനോഹരമായ കാഴ്ച. അവിടെ തിക്കും തിരക്കില്ല, റോഡിലങ്ങൊറ്റ മനുഷ്യനില്ല. വല്ലപ്പോഴും വരുന്നൊരു വണ്ടി അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. വല്ലപ്പോഴും ആരെങ്കിലും സ്കൂട്ടറിലോ പിക്കപ്പിലോ കാറിനകത്തോ ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിമനോഹരമായ സ്ഥലം. എന്ത് രസം നോക്കിയാൽ, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന രീതിയിലുള്ള എന്താണ് കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളതൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം സെൽഫി സ്റ്റിക്ക് സ്റ്റാൻഡൊക്കെ ഉള്ള ട്രൈപോഡ് പോലുള്ള സെൽഫി സ്റ്റിക്കൊക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് 2-3 ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണ് തന്നെയല്ല, വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ഫോട്ടോ എടുക്കണമെന്ന് ആരും ആഗ്രഹിക്കാത്ത ഇതേപോലൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ശാന്തവും സമാധാനമായിട്ടുള്ള, നോട്ട് ദ പോയിൻ്റ്, ഇതേപോലെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇത്ര ശാന്ത സമാധാനമായിട്ട് നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പോലെയുള്ള അങ്ങനെയുള്ള പ്ലേസുകളാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള പ്ലേസിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു യാത്രയിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. ഇത് മതിമറന്നങ്ങ് നിൽക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസി നമുക്ക് കിട്ടണം. ആ ഒരു പ്രൈവസിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു തനി ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ, ഒരു മുസ്ലിം പള്ളി, ചെറിയൊരു പള്ളി, ചെറിയ ചെറിയ പെട്ടിക്കടകൾ, ചെറിയ ചെറിയ വീടുകൾ. ഷോളയാർ ഡാമിൻ്റെ റിസർവയർ ആണെന്നാണ് തോന്നുന്നത്. ഷോളയാർ ഡാമിൻ്റെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കുക. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മനുഷ്യൻ. ഇവിടെ ഷോളയാർ ഡാമിൻ്റെ റിസർവാണ്. ഷോളയാർ ഡാം ഇവിടെ നിന്ന് അധികം ദൂരം അതുകൊണ്ട് അവിടെയാണ് ഡാം. അങ്ങേയറ്റത്ത് നമുക്ക് ഡാം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ ഒരു ഭാഗത്ത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞുകൂടാ, എനിക്ക് കാണാൻ പറ്റും. അവിടെ ഡാമുണ്ട്. അപ്പോൾ അതിൻ്റെ റിസർവയറാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയെന്ന് നോക്കി. ആ പാവൊക്കെ പാറയാണ് കേട്ടോ. പാറയ്ക്കകത്തൂടെ വെള്ളം ഒഴുകി പോയിട്ട് ആ അത്ര മിനുസമായിപ്പോയി ആ പാറ കാര്യങ്ങളൊക്കെ. കണ്ടാൽ ശരിക്കും മരക്കുറ്റി, ഈ മരത്തിനകത്ത് കൊത്തുപണി ചെയ്യത്തില്ല, അതേപോലെ ഇരിക്കുന്നു. സംഭവം പാറയാണ്. അത്രയും വെള്ളം ഒഴുക്കുണ്ടായതുകൊണ്ട് അത്രയും മിനുസമായി പോയതാണ്. നല്ല തെളിഞ്ഞ വെള്ളം, നീന്തി അങ്ങ് ചാടാൻ തോന്നുന്നു. വല്ല മുതലയൊക്കെ കാണും ഇതിനകത്ത്. അയ്യോ ഇതെങ്ങോട്ടാ, ലെഫ്റ്റോ റൈറ്റോ? ഞാൻ റൈറ്റ് പോവാം, നീ ലെഫ്റ്റ് പോക്കോ. വരയാടിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നോർമലായിട്ടുള്ള കുറേ ആടിനെയും പശുവിനെയും കാണാൻ പറ്റുക കേട്ടോ. ഈ വരയുള്ള ആടിനെയാണോ വരയാടെന്ന് പറയുന്നത്? അവിടെ ചെറിയ അരുവി പോലെ ഉണ്ട്, ചെറിയ വെള്ളച്ചാട്ടം പോലെ കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അത് പിന്നെയും റോഡ് മൊത്തം പശുക്കൾ. ഈ പശുക്കളെ കൊണ്ട് കുട്ടികൾ കുഴപ്പമില്ലല്ലോ. കുട്ടികളെ ഒന്ന് ബൈക്കിൽ നിന്ന് റബ്ബ് ചെയ്ത് കാണിച്ചാൽ അവരങ്ങ് പേടിച്ച് പൊക്കോളും. ഇവിടെ കുറേ ആടുകളുണ്ട്. വണ്ടി വരുന്നത് പോലും നോക്കാതെ എടുത്തങ്ങ് വെച്ച കണ്ട. അതങ്ങനെ ഒരെണ്ണം. എൻ്റെ കുണം മാറ്റം എടുത്തോണ്ട് പോനി. വെറും ഷോ ഓഫാണ്. കുറേ എണ്ണം ഷോ ഓഫായിട്ട് ഇറങ്ങും സാമാനം എടുത്തുകൊണ്ട്.
അവൻ മിറർ വെച്ചേക്കുന്നുണ്ടോ? ആ മിററിൻ്റെ താഴെ ബാക്കിലെ വ്യൂ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ചെറിയ മിററുണ്ടല്ലോ അതും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ഇൻഡിക്കേറ്റർ പോലും ഇട്ടണ്ട. നമുക്ക് ഡാമിൻ്റെ മേളിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞ പോലെ ഈ ഡാമിൻ്റെ മേളിൽ കൂടെ വണ്ടി അത്രയും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇല്ല കാറൊക്കെ എന്താ കയറ്റിയിട്ടേക്കുന്നത്? അകത്തൊരു കാറ് കയറ്റിയിട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതാണ് ഷോളയാർ ഡാം എന്ന് പറയുന്നത്. നമുക്ക് എൻട്രി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാല്ലോ. അകത്തൊരു ടാക്സിക്കാർ കിടക്കുന്നുണ്ട്. അകത്തോട്ട് കയറിയിട്ട് വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. അകത്ത് കയറിയിട്ട് നമുക്ക് വലിയ വ്യൂ കാര്യങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല. ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ. കണ്ടില്ല, വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ എന്തോ പണിയൊക്കെ നടക്കുകയാണ്. വെറുതെ അവിടം വരെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതിനേക്കാൾ നല്ല വ്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാം അങ്ങ് ആ ഭാഗത്ത് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ഭാഗത്താണ് വെള്ളമുള്ളത്. പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്തോ കാണാനാണ്. പ്രകൃതി ഭംഗി കൊണ്ട് ഒരുപാടുണ്ടെങ്കിലും പക്ഷെ ഡാമിൻ്റെ നല്ലൊരു ആംബിയൻസ് എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. കണ്ട അവർ എൻ്റെ ഫ്രണ്ടിൽ പോയ കപ്പിൾ പോയിട്ട് അവരെ കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ഇവിടെ ചെറിയ പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോ എടുക്കാൻ മാത്രമുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് നിന്ന് സമയം കളയണ്ട, നേരെ തിരിച്ച് റിട്ടേൺ പോകാം. ഇന്ന് തന്നെ വീട്ടിൽ കയറണം, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ഇറങ്ങി പോകുന്നതല്ല. ഇവിടെ നല്ലൊരു വ്യൂ നമുക്കത് കിട്ടുന്നില്ല, മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്നതേ ഉള്ളൂ. ഞാൻ വെറുതെ മൊബൈലിൻ്റെ തുണിയൊക്കെ വലിച്ചൂരി ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യകത നമുക്ക് വന്നില്ല.